മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഈ വാമദേവൻ്റെ ഭീഷണിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് മഹാലക്ഷ്മി ആണെങ്കിൽ ഒരു ഉറച്ച തീരുമാനത്തിലെത്തുന്നുണ്ട്. അത് വേറൊന്നുമല്ല, കണ്ണനെ പോയി കണ്ട് സത്യങ്ങൾ പറയാൻ തന്നെയാണ്. അങ്ങനെ മഹാലക്ഷ്മി കണ്ണൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് കണ്ണനാണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. അവിടെ ചെന്നതും മഹാലക്ഷ്മി അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പം എനിക്ക് വരേണ്ട കാര്യമുണ്ടായിരുന്നു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ കണ്ണേട്ടനോട് തുറന്ന് പറയണം, ഇത്രയും നാളും ഞാനത് മറച്ചു വെച്ചത് വലിയ തെറ്റായി പോയി എന്ന് പറയുമ്പോൾ കണ്ണനാണെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്നോടൊന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട എന്ന് പറയുമ്പം കണ്ണേട്ടന് കേൾക്കണ്ടെങ്കിലും എനിക്ക് എല്ലാ കാര്യങ്ങളും പറയണം, എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. ഇപ്പം തന്നെ കണ്ണേട്ടൻ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണല്ലോ എന്നോടും ലേഹേനോടും അനന്തുവേട്ടനോടൊക്കെ ഇത്ര വെറുപ്പ് കണ്ണേട്ടന്. എന്തായാലും സത്യങ്ങൾ എനിക്ക് പറഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ, ഇനി കണ്ണേട്ടൻ എന്നെ വെറുത്താലും കുഴപ്പമില്ല എന്നും പറഞ്ഞ് മഹാലക്ഷ്മി ആണെങ്കിൽ അന്ന് ആ തൃക്കാർത്തിക ദിവസം കണ്ണനും കണ്ണൻ്റെ അച്ഛനും ബൈക്കിൽ പോണ സമയത്ത് ലോറി ഇവിടുന്ന് ഇടിച്ച് കൊന്നത് പ്രതാപനാന്ന് പറയണു. അന്നേരം കണ്ണൻ ചോദിക്കുന്നുണ്ട്, ഇത്രയും നാളും താൻ ആ രഹസ്യം മറച്ചു വയ്ക്കുകയല്ലായിരുന്നോ, എനിക്ക് എൻ്റെ അച്ഛൻ ആരാന്നും അച്ഛനെ ഞാൻ എങ്ങനെയാണ് കണ്ടേക്കണേന്നും തനിക്ക് അറിയാൻ പാടില്ലേ. ഒരിക്കലും ഒരച്ഛന്മാർക്കും സ്വന്തം ആൺമക്കളെ അത്രയധികം കെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്ക് 12 വയസ്സ് പ്രായമുള്ള സമയത്തും എൻ്റെ അച്ഛൻ പുറത്ത് പോയിട്ട് വന്നാൽ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കുകയും എളിയതെടുത്ത് വെച്ചുകൊണ്ട് നടക്കുകയും ചെയ്യുമായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് എൻ്റെ അച്ഛനെയും എന്നെയും. അങ്ങനെയുള്ള അച്ഛനെയാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയത്, അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. അന്ന് കരുണയുടെ അച്ഛൻ്റെ ആ ലോറിയിൽ ഞാനുണ്ടായിരുന്നു, 5 വയസ്സേ എനിക്ക് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ സമാധാനമായിട്ടൊന്നും ഉറങ്ങിയിട്ട് കൂടിയില്ല. പിന്നീട് കണ്ണേട്ടൻ എന്നെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് അതിന് പ്രായശ്ചിത്തമായിട്ട് ആ കണ്ണേട്ടനെ ഞാൻ വിവാഹം കഴിക്കാൻ സമ്മതിച്ചത് തന്നെ. പിന്നീട് വിവാഹം കഴിഞ്ഞ് കണ്ണേട്ടൻ്റെ കൈയും പിടിച്ച് കമലേശ്വരത്ത് കയറി വന്ന അന്ന് തന്നെ സത്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്തോ എൻ്റെ സ്വാർത്ഥതയായിരിക്കാം, എനിക്കത് പറയാൻ പറ്റിയില്ല. എൻ്റെ രണ്ടാനച്ഛൻ കാരണം വൈകല്യം സംഭവിച്ച കണ്ണേട്ടനെ ചേർത്ത് നിർത്തി സംരക്ഷിക്കണമെന്നും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നും എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അതെല്ലാം മറച്ചു വെച്ചത്. ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കണ്ണേട്ട, ഇതിന് ഞാൻ മാപ്പ് പറയുമെന്ന് പറയുമ്പോൾ എനിക്ക് ആരുടെയും മാപ്പൊന്നും വേണ്ട. എന്തായാലും ഞാൻ കണക്കിൽ നല്ലോണം പഠിക്കണ ആളായിരുന്നു. അപ്പോൾ തന്നെ ആ 7-ാം മാസത്തെ ചടങ്ങിൽ എൻ്റെ തറവാട്ടിൽ നടന്ന നാടകമൊക്കെ ഞാൻ ശരിക്കും ശ്രദ്ധിച്ചിരുന്നു. അതിൽ നിന്ന് തന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ടാണ് താനും തൻ്റെ അമ്മയും 7-ാം മാസത്തെ ചടങ്ങ് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്ക് പോയപ്പം ഞാൻ നിങ്ങളുടെ കൂടെ വരണമെന്ന് വാശി പിടിച്ചതും അവിടെ വന്ന സമയത്ത് താനും തൻ്റെ അമ്മയും മുത്തശ്ശിയും അങ്ങോട്ട് മാറിപ്പോയ സമയത്ത് ഞാൻ തൻ്റെ രണ്ടാനച്ഛനെ പോയി കണ്ടിരുന്നു. അയാൾ എന്നോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. എൻ്റെ അച്ഛനെ കൊന്നത് അയാളാണെന്നും അന്നേരം ദൃക്സാക്ഷിയായിട്ട് താൻ അയാളുടെ കൂടെ ഉണ്ടെന്നും. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എനിക്ക് തോന്നിയായിരുന്നു കണ്ണേട്ടന് സത്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന്. അല്ലെങ്കിൽ പിന്നെ കണ്ണേട്ടൻ ഒരിക്കലും എന്നെ ഇങ്ങനെ അകറ്റി നിർത്തൂല. എന്തായാലും കണ്ണേട്ടൻ്റെ അച്ഛനെ വലിയ സ്നേഹമായിരുന്നു. കണ്ണേട്ടൻ്റെ അച്ഛൻ കണ്ണേട്ടനെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ തന്നെയാണ് കണ്ണേട്ടനെ എന്നെ സ്നേഹിച്ചതും. തെറ്റ് പറ്റിപ്പോയി, എന്നോട് പൊറുക്കണമെന്ന് പറയുമ്പോൾ ഈ കണ്ണൻ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടൻ എന്നോട് ഇങ്ങനെ പിണങ്ങി നിന്നാൽ എനിക്ക് കിടന്നാൽ ഉറങ്ങാൻ പോലും പറ്റണില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടന്നാൽ ഞാൻ നേരം വെളുപ്പിക്കണേ, അത് നമ്മളുടെ കുഞ്ഞിനെ ബാധിക്കുമെന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും അത് കേൾക്കുമ്പോൾ കണ്ണന് നല്ല വിഷമാവുന്നുണ്ട്. എങ്കിലും കണ്ണൻ മഹാലക്ഷ്മിയോട് ഇനി ഇങ്ങോട്ട് വരരുത്, എനിക്കിതിൽ നിന്ന് പുറത്ത് വരാൻ കുറച്ച് സമയമെടുക്കും, അതുവരെയും എന്നെ ശല്യം ചെയ്യാനായിട്ട് എൻ്റെ മുന്നിലോട്ട് വരരുത്, ഇവിടെ വന്നാലും എന്നെ കാണാൻ വരരുതെന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മി അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മി ഇങ്ങനെ കാറിൽ പോണ സമയത്ത് വാമദേവൻ മഹാലക്ഷ്മിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ഫോൺ എടുത്തിട്ട് മഹാലക്ഷ്മിയാണ് ഈ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് സമയത്തെ സാവകാശം വേണം, പെട്ടെന്നൊന്നും എനിക്കങ്ങനെ പൈസ എടുത്ത് തരാൻ പറ്റില്ല, കണ്ണേട്ടനെ അറിയും, കണ്ണേട്ടൻ അത് എന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയുമെന്നൊക്കെ ഈ വാമദേവനോട് പറയുന്നുണ്ട്. പക്ഷെ മഹാലക്ഷ്മി കണ്ണനോട് സത്യങ്ങൾ പറഞ്ഞ കാര്യമൊന്നും വാമദേവനോട് പറയണില്ല. അന്നേരം വാമദേവൻ പറയുന്നുണ്ട്, നീ എനിക്ക് പൈസ തന്നില്ലെങ്കിൽ അറിയാലോ നിൻ്റെ ദാമ്പത്യ ജീവിതം ഗോവിന്ദയാവും, അതുകൊണ്ട് 2 ദിവസത്തെ സമയം തരാം, ഇതിനുള്ളിൽ നീ എനിക്ക് പൈസ തന്നെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സീമന്തിന് ഇത് കേട്ടുകൊണ്ട് വന്നിട്ട് ഈ മാമനോട് ചോദിക്കുന്നുണ്ട്, എന്തായി അവൾ പൈസ തരാമെന്ന് പറഞ്ഞു എന്ന് ചോദിക്കുമ്പം അവൾ 2 ദിവസം കഴിയട്ടെ എന്നാണ് പറഞ്ഞ്, ഇനിയിപ്പം നിങ്ങൾ ഒരുപാട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവൾ സത്യങ്ങളെല്ലാം കണ്ണനോട് തുറന്നു പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ അതൊരിക്കലും അവൾ പറയില്ല, അങ്ങനെ പറഞ്ഞാൽ അവളുടെ ജീവിതം പോകുമെന്ന് അവൾക്ക് അറിയാമെന്ന് പറയുമ്പം സീമന്തിന് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ ഒരുപാട് ഭീഷണിപ്പെടുത്താനൊന്നും നിൽക്കണ്ട, സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതും കൂടി ഇല്ലാണ്ടാവും എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ സീമന്തിനി, ഈ മഹാലക്ഷ്മി നമുക്ക് ഒരു മഹാബാങ്ക് തന്നെ, പിന്നെ എൻ്റെ മകനെ തേച്ചിട്ട് പോയ ഒരുത്തിയില്ലേ ആ മഞ്ജു,
അവളും ഇപ്പം ഞെളിഞ്ഞ് ജീവിക്കുന്നത് ഈ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് എന്തായാലും മഹാലക്ഷ്മിയുടെ അടുത്തുനിന്ന് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് കുറേ തുകകൾ മേടിക്കും. അങ്ങനെ ഇവിടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തും. അതുപോലെ തന്നെ മേഘനെ ചികിത്സിച്ച് നല്ല നിലയിലേക്ക് ആക്കുമെന്ന്. ആ സമയത്ത് ശ്രീമന്തിരി പറയുന്നുണ്ട്, ഇതെല്ലാം നടന്നാൽ കൊള്ളാം, അവസാനം വെളുക്കാൻ തെച്ചത് പാണ്ടാവരുതെന്ന് പറഞ്ഞ് ശ്രീമന്തിരി അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അനന്തൂനെയും ലേഖേനെയാണ്. ലേഖയാണെങ്കിൽ അനന്തൂനോട് ചോദിക്കുന്നുണ്ട്, മഹി പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ, മഹിനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറയുമ്പം അത് വേണ്ട, മഹി പോയിട്ട് വരട്ടെ, ഇനിയിപ്പോൾ മഹി ആരെ കാണാൻ പോയതായിരിക്കുമോ എന്ന് വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇനി ആ വാമദേവനെ കാണാൻ പോയതാണെങ്കിലോ അയാൾക്ക് പൈസ തരില്ല എന്ന് പറയാൻ പോയതായിരിക്കും എന്ന് പറയുമ്പം എന്തായാലും ഇത്രയും വലിയൊരു ചതി അയാളിൽ നിന്നും പ്രതീക്ഷിച്ചില്ലല്ലോ. എന്തായാലും മഹിയുടെ ഭാഗത്തും തെറ്റുണ്ട്. ഈ ഒരു സത്യം കണ്ണേട്ടനോട് പണ്ടേ പറയേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, അതിന് മഹിയെ കുറ്റം പറയാൻ പറ്റില്ല. ചെറുപ്പം മുതൽ മഹി രണ്ടാനച്ഛനെയൊക്കെ പയന്ന് ജീവിച്ചത്. അവളുടെ അമ്മയും അതെ ആ ഒരു രീതിയിൽ തന്നെ മകളെ വളർത്തിയെടുത്തത്. പിന്നെ കണ്ണൻ്റെ കൂടെ കൂടിയതിന് ശേഷം കുറച്ചും കൂടി തൻ്റേതായത്, അതും നമ്മളൊക്കെ ആയിട്ട് ഇടപഴകാൻ തുടങ്ങിയതിന് ശേഷം. എന്തായാലും ഇനി ഈ പ്രശ്നങ്ങൾ അധികം വെച്ചുകൊണ്ടിരിക്കാതെ കണ്ണനോട് സത്യങ്ങളൊക്കെ പറയണമെന്ന്. ഈ സമയത്താണ് മഹാലക്ഷ്മിയുടെ കാറ് വരുന്ന ഒച്ച കേൾക്കണേ. ആ ഒച്ച കേട്ടതും അനന്തവും ലേഹയും മഹി വന്നു എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് കാറിൽ നിന്ന് ഇറങ്ങിയ മഹാലക്ഷ്മി ആണെങ്കിൽ ഇങ്ങനെ തല കറങ്ങണ പോലെ തലയിൽ ഇങ്ങനെ പിടിച്ച് നിന്ന് ആടുന്ന സമയത്ത് ലേഹ അതേ മഹി വീഴാൻ പോകണമെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് മഹാലക്ഷ്മിയെ താങ്ങി പിടിച്ചിട്ട് അനന്തുവിനോട് പറയുന്നുണ്ട്, അനന്തു ഏട്ടാ ഓടി വാ, അതേ മഹി വീഴാൻ പോകണമെന്ന് പറയുമ്പം അനന്തുവും ചെന്ന് താങ്ങി പിടിച്ചുകൊണ്ട് വേഗം തന്നെ ആ കാറിൻ്റെ ഡോറ് തുറന്ന് അതിലേക്ക് തന്നെ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മി പോയതിന് ശേഷം ആകെ അസ്വസ്ഥതനാണ്. കാരണം മഹാലക്ഷ്മിയോട് കണ്ണനക്ക് അലിവ് തോന്നുന്നുണ്ടെങ്കിലും അച്ഛൻ്റെ കാര്യം ഓർക്കുമ്പം ദേഷ്യവും വരുന്നുണ്ട്. അങ്ങനെ കണ്ണനിങ്ങനെ ഓരോന്ന് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് വേഗം തന്നെ സ്ട്രെച്ചറിൽ കിടത്തി ICUലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ തോമസ് ഡോക്ടറുടെ പെങ്ങളാണ് ഈ മഹാലക്ഷ്മിയെ ചെക്ക് ചെയ്യണത്. പെങ്ങൾ ഓടി വരുമ്പം അനന്തു പറയുന്നുണ്ട്, മഹി ഞാൻ നോക്കിയിട്ട് വിവരം പറയാം, എന്തായാലും ഞാനൊന്ന് നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മിയെ നോക്കിയിട്ട് സിസ്റ്റർമാരോട് പറയുന്നുണ്ട്, എന്തായാലും ഇപ്പോൾ ഓക്സിജൻ കുറവാണ്, അത് അമ്മയേക്കാൾ കൂടുതൽ ബാധിക്കുന്നത് കുഞ്ഞിനെയാണ്, അതുകൊണ്ട് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം, എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ അപ്പം എന്നെ വിവരം അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് നമ്മളുടെ അനന്തു ലേഖയാണെങ്കിൽ ആകെ ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അനന്തു പറയുന്നുണ്ട്, എന്തായാലും മഹിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്ന് പറയുമ്പം ലേഖ ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടനെ വിവരം അറിയിക്കണ്ടേന്ന് വയ്ക്കുമ്പം പിന്നെ വിവരം അറിയിക്കണ്ടേ, ഇതറിഞ്ഞാലെങ്കിലും അവൻ്റെ മനസ്സിലെ മഞ്ഞുരുകുമെന്ന് അറിയായിരുന്നു എന്ന് പറയുമ്പോൾ ലേഖ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ കണ്ണേട്ടൻ്റെ മനസ്സിലെ മഞ്ഞുരുകിയില്ലെങ്കിൽ കണ്ണേട്ടൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടതുപോലെ 2 ജീവനെ ഇനി നഷ്ടപ്പെടാൻ പോകുന്നത്. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട്, അത് ശരിയാ, കണ്ണൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ പേരിൽ ഇത്രയും നാളും അവൻ കരഞ്ഞു, ഇനിയിപ്പോൾ മഹിയുടെ കുഞ്ഞിൻ്റെ മരണത്തിന് അവൻ ജീവിതകാലം മുഴുക്ക കരയേണ്ടി വരും, ഇതോടുകൂടിയെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർന്നാൽ മതിയായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ തോമസ് ഡോക്ടറാണെങ്കിൽ ഡോക്ടറെ കാണാൻ കയറിയേക്കാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് എലിസബത്തെ മഹാലക്ഷ്മിയുടെ അവസ്ഥ എന്ന് വയ്ക്കുമ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്, ആ കണ്ണൻ നല്ലൊരു പയ്യനായിരുന്നല്ലോ, ഇപ്പം എന്താ ഈ കണ്ണൻ ഇങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നത് മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പം തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, അത് കണ്ണൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ കണ്ണൻ അത്രയ്ക്കും സങ്കടമുണ്ട്, അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ കണ്ണൻ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. എന്തായാലും മഹി ഇതിൽ തെറ്റുകാരിയൊന്നുമല്ല, പക്ഷേ മഹാലക്ഷ്മി സത്യങ്ങൾ കണ്ണനോട് തുറന്നു പറയാത്തതിൻ്റെ ദേഷ്യം. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അച്ഛനാണെങ്കിൽ മരിച്ചുപോയി, ഇനി ആ വാശിക്ക് കണ്ണൻ കളയാൻ പോകുന്നത് 2 ജീവനാ, അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല, ആവശ്യ സമയത്താണ് ആളെ വേണ്ടത്, എന്തായാലും ഇച്ചായൻ കണ്ണനെ ഒന്ന് വിളിച്ച് സംസാരിക്കുമെന്ന് പറയുമ്പോൾ തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ കണ്ണനെ വിളിച്ച് സംസാരിക്കാം, എന്തായാലും അന്നവിടെ ചികിത്സയ്ക്ക് വന്നപ്പം ഞാൻ ഇങ്ങോട്ട് തന്നെ വിട്ടത് നിൻ്റെ പ്രത്യേക ശ്രദ്ധ ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ്, അതുമാത്രമല്ല അന്ന് ആ വേഷം ശരീരത്തിൽ ചെന്നപ്പോൾ മഹാലക്ഷ്മിയുടെ കുഞ്ഞ് മരിക്കേണ്ടതായിരുന്നു, അന്നത് മരിക്കാണ്ടിരുന്നെങ്കിലും പ്രസവത്തിൻ്റെ സമയത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്ന എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ എലിസബത്തിൻ്റെ അടുത്തേക്ക് വിട്ടത്, എന്തായാലും ഇനിയിപ്പോൾ ഇച്ചായൻ മടിച്ച് നിൽക്കരുത്, കണ്ണനെ വിളിച്ച് ഇപ്പോൾ തന്നെ സംസാരിക്കണം, കണ്ണൻ്റെ സാമീപ്യം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആ കുട്ടിയെ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് കണ്ണൻ എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ വന്ന് സമാധാനിപ്പിക്കണം, ഇല്ലെങ്കിൽ ആ കുട്ടിയുടെ നില വഷളാവുമെന്ന് പറയുമ്പം തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇപ്പോൾ തന്നെ കണ്ണനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ ഓക്സിജൻ മാസ്ക് ഒക്കെ ഇങ്ങനെ വെച്ച് കിടക്കുകയാണ്, യാതൊരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് മഹാലക്ഷ്മി കിടക്കുന്നത്. അതേ നേരത്ത് നമ്മളുടെ അനന്തു ലേഖയാണെങ്കിൽ ആകെ ടെൻഷനോടുകൂടി പുറത്ത് നിൽക്കുകയാണ്. മഹിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിക്കാണോ അനന്തു കേട്ടാന്ന് ചോദിക്കുമ്പം കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നമ്മൾ കൃത്യസമയത്ത് ആസ്പത്രിയിൽ കൊണ്ടുവന്നല്ലോ, അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്ന നേരത്താണ് തോമസ് ഡോക്ടർ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. എന്നിട്ട് തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാലോ എലിസബത്ത് എൻ്റെ സഹോദരിയാണ്, അതുകൊണ്ടാണ് ഞാൻ മഹാലക്ഷ്മിയുടെ ചികിത്സ എലിസബത്തിനെ തന്നെ ഏൽപ്പിച്ചത്, അപ്പോൾ എനിക്ക് മഹാലക്ഷ്മിയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റുമല്ലോ,
മഹിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ എലിസബത്ത് ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ എന്തൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കണേ, ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ലല്ലോ, നിങ്ങളെന്താ ഇതിനൊക്കെ കൂട്ട് നിന്നേന്ന് ചോദിക്കുമ്പം അനന്തു ലേഖയും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ നിൽക്കേണ്ടി വന്നു. മഹി ഇതിൽ നിരപരാധിയല്ലേ, മഹിയുടെ രണ്ടാനച്ഛനല്ലേ കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നത്, അതിന് മഹി എന്ത് ചെയ്യാനാ? അതുമാത്രമാണോ, മഹിയുടെ രണ്ടാനച്ഛൻ എത്രയോ പ്രാവശ്യം മഹിയെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. അവൾ ഒരു കൊച്ചുകുട്ടിയായിരുന്ന സമയത്തല്ലേ ഇതിന് ദൃക്സാക്ഷിയായത്, പിന്നെ അവളെ കുറ്റം പറയാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, അതും നിങ്ങൾ പറയണത് നേരാ, എന്നാലും നമ്മൾ കണ്ണൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുമ്പം കണ്ണന് ഇതൊരിക്കലും പൊറുക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ കണ്ണനെ വിളിച്ച് വിവരം പറയട്ടെ എന്ന് പറഞ്ഞ് തോമസ് ഡോക്ടറാണെങ്കിൽ ഫോൺ എടുത്ത് കണ്ണനെ വിളിക്കാനായിട്ട് പോകുന്നുണ്ട്. എന്തായാലും ഇനി വരുന്ന എപ്പിസോഡിൽ കണ്ണനും മഹാലക്ഷ്മിയായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീരാൻ തന്നെയാണ് സാധ്യത. കാരണം വേറെ ഒന്നുമല്ല, തോമസ് ഡോക്ടർ കണ്ണനെ വിളിച്ച് മഹാലക്ഷ്മിയുടെ അവസ്ഥയൊക്കെ പറയുമ്പം എന്തായാലും കണ്ണനും മഹാലക്ഷ്മിയോടും കണ്ണൻ്റെ കുഞ്ഞിനോടും സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെ കണ്ണൻ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് ഓടി എത്താതിരിക്കില്ല. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതിലേക്ക് ബൈ ബൈ.